കല്യാണ കച്ചേരി. സുഭദ്ര പെട്ടെന്ന് ഫോണെടുത്ത് കാർത്തികിനെ ഡയൽ ചെയ്തെങ്കിലും ഫുൾ ബെല്ലടിച്ചു നിന്നല്ലാതെ അവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം നിരാശയോടെ അവർ ഫോൺ കട്ട് ചെയ്തു. മോളെ, അവൻ ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോൾ അവൻ ക്ലാസ്സിലായിരിക്കും. സുഭദ്ര ഭൂമിയോട് പറഞ്ഞു. ഭൂമി ഒന്നും മോളി. വഴിയരികിൽ കാണുന്ന കാഴ്ചകളിലൊന്നും കണ്ണുറയ്ക്കാതെ ആകുലത്തുള്ള മനസ്സുമായി അവളിരുന്നു. അവർ ഹോസ്പിറ്റലിൽ എത്താറായപ്പോഴാണ് കാർത്തി സുഭദ്രയെ ഫോണിലേക്ക് തിരികെ വിളിച്ചത്. അമ്മ എന്നെ എന്തിനാ വിളിച്ചത്? ഞാൻ ആ സമയം ക്ലാസ് റൂമിലായിരുന്നു. കാർത്തി, മോൾക്ക് പെട്ടെന്ന് വയ്യാതായി, ഒരു തലചുറ്റൽ പോലെ. ഞാനും ബാലേട്ടനും കൂടി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാ. അതെന്തു പറ്റി പെട്ടെന്നൊരു വയ്യായിക? അറിയില്ല. മോൾ ആഹാരം കഴിച്ചിട്ട് മുകളിലേക്ക് സ്റ്റെയർ കയറാൻ നേരം ചെറുതായി ഒന്ന് തലചുറ്റി. ഞാൻ ഓടിച്ചെന്ന് പിടിച്ചോണ്ട് ഭാഗ്യത്തിന് മറ്റൊന്നും സംഭവിച്ചില്ല. കാർത്തി, മോൾക്ക് നിന്നോട് സംസാരിക്കണം. അതും പറഞ്ഞുകൊണ്ട് സുഭദ്ര തൻ്റെ തോളിൽ തല ചായച്ചു കിടന്ന ഭൂമിയെ തട്ടി ഉണർത്തി ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. കാർത്തിയാ, സംസാരിക്ക്. കണ്ണേട്ടാ. അവനെ വിളിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറി. മൊത്തത്തിലുള്ള വയ്യായിക അവളുടെ സ്വരത്തിലും പ്രതിഫലിച്ചു. നോക്കു ഭദ്ര, ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ഹാഫ് ഡേ ലീവ് കിട്ടുമെന്ന്. ഉറപ്പായിട്ടും ഞാനും വരാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഞാനും അവിടെ എത്താം. താൻ ഫോണൊന്ന് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത്. കാർത്തി അത് പറഞ്ഞതും ഭൂമി ഫോണെടുത്ത് സുഭദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മേ, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നേ? സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നേ. ഞാൻ അവിടെ എത്തിക്കോളാം. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ അവരുടെ കാറ് സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. സുഭദ്രയും ബാലേന്ദ്രനും റിസപ്ഷനിലേക്ക് ചെന്നു. ഗൈനക് ഡോക്ടർ നന്ദിതവർമ്മയെ കാണാനായിട്ടുള്ള ടോക്കൺ എടുത്തു. അവരുടെ ക്യാബിന് മുമ്പിൽ വെയിറ്റ് ചെയ്തു. അവരോട് ചെല്ലുമ്പോൾ തന്നെ കുറേയധികം പ്രഗ്നന്റ് ലേഡീസ് അവിടെ ഡോക്ടറെ കാണാനായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേർക്കുമൊപ്പം ഭർത്താക്കന്മാരും പേരൻസും ഉണ്ടായിരുന്നു. എന്താകും റിസൾട്ട് എന്നറിയാൻ ഭൂമിക്കും ഒരു ആകാംക്ഷ തോന്നി. തങ്ങളുടെ ടോക്കൺ വിളിച്ചതും അവൾ സുഭദ്രയ്ക്കൊപ്പം അകത്തേക്ക് കയറി. ബാലേന്ദ്രൻ പുറത്തു തന്നെയിരുന്നു. ഇരിക്ക്. അവരെ കണ്ടതും ഡോക്ടർ പറഞ്ഞു. എന്താണ് കാര്യം? സുഭദ്രയാണ് ഡോക്ടർ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയത്. അത് മറ്റൊന്നുകൊണ്ടായിരുന്നില്ല. ഭൂമി നന്നേ അവശയായിരുന്നു. മോൾക്ക് കുറച്ച് ദിവസങ്ങളായി പീരിയഡ്സ് വന്നിട്ടില്ല. എന്നാലും ഏകദേശം എത്ര ദിവസമായി കാണും? 1 month ആയി കാണും ഡോക്ടർ. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് മോൾക്ക് വല്ലാത്ത ക്ഷീണവും തലകറക്കവും. ഇന്നിപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ മോള് തലകറങ്ങി വീഴാൻ പോയി. പേരെന്താണ്? ഡോക്ടർ ഭൂമിയെ നോക്കി ചോദിച്ചു. ഭൂമി ഭദ്ര. ഓക്കെ ഭൂമി, പ്രഗ്നൻസി ടെസ്റ്റ് സ്വയം ചെയ്ത് നോക്കിയിരുന്നോ? 1 വീക്ക് മുന്നേ നോക്കിയിരുന്നു. അപ്പോൾ നെഗറ്റീവായിരുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ആണോ? അല്ല ഡോക്ടർ, PG ഫൈനൽ ഇയർ ആണ്. നാളെ മുതൽ എൻ്റെ ലാസ്റ്റ് സെം എക്സാം തുടങ്ങുകയാണ്. ആ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കോളേജ് ലെക്ചറാണ്. ആണോ? ഓക്കെ. എന്തായാലും സിസ്റ്ററിൻ്റെ കൂടെ പോയി ടെസ്റ്റ് ചെയ്യുക. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ റൂമിലേക്ക് വീണ്ടും വിളിപ്പിക്കും. അതുവരെ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ക്യാബിനിൽ തന്നെ നിന്ന് ഒരു നഴ്സിനെ കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഭൂമി അവർക്കൊപ്പം ലാബിലേക്ക് നടന്നപ്പോൾ സുഭദ്രയും ബാലേന്ദ്രനും വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. അതേസമയം തന്നെയാണ് സുഭദ്രയുടെ ഫോണിലേക്ക് കാർത്തിയുടെ കോൾ വന്നത്. ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി. നിങ്ങൾ ഏത് ഡോക്ടറിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിലാണ്? മോനെ, ഡോക്ടർ നന്ദിതാവർമ്മയുടെ റൂമിന് മുൻപിലുണ്ട്. ആണോ? ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. കോൾ കട്ടായി ഏകദേശം 5 മിനിറ്റിന് ശേഷം തന്നെ കാർത്തി നന്ദിതാവർമ്മയുടെ റൂമിന് മുൻപിലേക്കെത്തി. ഭൂമിയോടെ ബാലേന്ദ്രന് സുഭദ്രയും മാത്രം അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് അവൻ സുഭദ്രയോട് ചോദിച്ചു. ഭൂമിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് കൊണ്ടുപോയി, ഇപ്പോൾ വരും. സുഭദ്ര പറഞ്ഞ സമയത്ത് തന്നെയാണ് ഭൂമി ലാബിൽ നിന്നും മടങ്ങിയെത്തിയത്. എന്തു പറഞ്ഞു? കാർത്തി അവളോട് ചോദിച്ചു. 1/2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും റിസൾട്ട് ആകും. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഡോക്ടറെ കയറി കാണാമെന്ന്. സുഭദ്രയും ബാലേന്ദ്രനും അരികിൽ ഒഴിഞ്ഞുകിടന്ന കസേരയിലേക്ക് ഭൂമി ഇരുന്നപ്പോൾ കാർത്തിയും അവൾക്ക് അരികിൽ കിടന്ന കസേരയിലിരുന്നു. ക്ഷീണം തോന്നുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ജ്യൂസ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരട്ടെ? വേണ്ട, പിന്നെ മതി.
ഏകദേശം അരമണിക്കൂർ കടന്നുപോയി. ആ നേരം അത്രയും സുഭദ്ര പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. സന്തോഷമുള്ള വാർത്തയായിരിക്കണം കേൾക്കാൻ പോകുന്നതെന്ന് അവർ ദൈവത്തോട് കേണപേക്ഷിച്ചു. ഭൂമി വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായിരുന്നു. ഇതിൽ കൂടി റിസൾട്ട് നെഗറ്റീവായാൽ അതെങ്ങനെ നേരിടണം എന്ന ചിന്തയിലായിരുന്നു ഭൂമി. ആ സമയത്ത് തന്നെയാണ് റൂമിനകത്ത് നിന്ന് ഒരു നേഴ്സ് ഭൂമിയുടെ പേര് വിളിച്ചത്. തൻ്റെ പേര് വിളിക്കുന്ന കേട്ടതും ഇരുന്നിടത്ത് നിന്നും എണീറ്റ് ഭൂമി അവൾക്കൊപ്പം കാർത്തിയും. റിസൾട്ടായിട്ടുണ്ട്, ഡോക്ടറെ കയറി കാണാം. സുഭദ്രയും ബാലേന്ദ്രനെയും ഒന്ന് നോക്കിക്കൊണ്ട് ഭൂമി കാർത്തിയോടൊപ്പം ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. ക്യാബിനിൽ ചെറിയൊരു ചിരിയോടെ അവരെ കാത്തിരിക്കുകയാണ് നന്ദിത. പെട്ടെന്ന് ഭൂമിക്കൊപ്പം കാർത്തിയെ കണ്ടതും അവർ ഒന്ന് നോക്കി. ഇത് ഹസ്ബൻഡാണ് ഡോക്ടർ. ചോദ്യത്തിന് കാർത്തി മറുപടി പറഞ്ഞു. ഭൂമിക്ക് ടെൻഷനുണ്ടോ? ഡോക്ടറുടെ ടേബിളിന് മുകളിൽ വെച്ചിരുന്ന അവളുടെ കൈവിരലിൽ വിരൽ കോർത്ത് അവൾ സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് കണ്ട് ഡോക്ടർ ചോദിച്ചു. ഇല്ല ഡോക്ടർ, മുഖത്തൊരു വെച്ചുപിടിച്ച ചിരിയോടെ അവൾ പറഞ്ഞു. എങ്കിൽ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട, റിസൾട്ട് പോസിറ്റീവാണ്. 1.5 മന്ത് ഗ്രോത്ത് ഉണ്ട്. കേട്ടത് വിശ്വസിക്കാനാവാത്ത പോലെ ഭൂമി കാർത്തിയുടെ കൈകളിലേക്ക് ഇറുക്കിപ്പിടിച്ചു. അവൻ പതിയെ അവളുടെ കൈകളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഭൂമിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. കഴിക്കാനുള്ള ഫോളിക് ആസിഡ് ടാബ്ലറ്റുകളും അയൺ വൈറ്റമിൻ ടാബ്ലറ്റും ഡോക്ടർ അവൾക്കായി എഴുതി. പിന്നെ ഒരു കാര്യം, ചിലർക്ക് ഈ സമയം വൊമിറ്റിംഗ് ഉണ്ടാകാറില്ല, പക്ഷേ ചിലർക്ക് മറിച്ചാണ്. ഭൂരിഭാഗം പേർക്കും വൊമിറ്റിംഗ് ഈ സമയത്ത് സാധാരണയാണ്. ആദ്യത്തെ 3 to 4 മന്ത് വരെ നമുക്ക് വൊമിറ്റിംഗ് എക്സ്പെക്ട് ചെയ്യാം. നോർമൽ രീതിയിൽ വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ വൊമിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും വരണം. അതല്ല, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ 3rd മന്ത് കംപ്ലീറ്റ് ആകുന്നതെന്ന് ഫസ്റ്റ് സ്കാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് കാർത്തിയും ഭൂമിയും പുറത്തേക്കിറങ്ങി. അവർ ഇറങ്ങുന്നതും പ്രതീക്ഷിച്ച് ഡോക്ടർ റൂമിൻ്റെ അടഞ്ഞുകിടന്ന വാതിലിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ് സുഭദ്രയും ബാലേന്ദ്രനും. പെട്ടെന്ന് ഡോർ തുറന്ന് ഭൂമിയും കാർത്തിയും ഇറങ്ങിയതും ഇരുവരും ഇരുന്നിടത്തു നിന്നും ചാടി എണീറ്റു. സുഭദ്രയുടെ മിഴികൾ തങ്ങി നിന്നത് കരഞ്ഞു കലങ്ങിയ ഭൂമിയുടെ കണ്ണുകളിലേക്കാണ്. ഒരു വേള റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുമോ എന്ന് പോലും അവർ ഭയന്നു. എന്താ മക്കളെ, ഡോക്ടർ എന്താ പറഞ്ഞേ? വെപ്രാളത്തോടെ സുഭദ്ര ചോദിച്ചു. ഒരു കുഞ്ഞതിഥിയെ കൂടി വരവേൽക്കാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. കാർത്തി പറഞ്ഞതും വിശ്വാസം വരാത്ത പോലെ സുഭദ്ര കാർത്തിയെ നോക്കി. സത്യമേ, ഭൂമിക്ക് വിശേഷമുണ്ട്. അമ്മയും അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും ആകാൻ പോവാ. നിറഞ്ഞ കണ്ണുകളോടെ സുഭദ്ര ഓടി വന്ന് ഭൂമിയെ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് അവരിരുവരുടെയും മിഴികൾ ഒരുപോലെ നിറഞ്ഞുപോയി. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴി ഭൂമിക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അവർ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭൂമിക്ക് ആവശ്യമായ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വാങ്ങിയ ശേഷമാണ് അവർ മടങ്ങിയത്. വീട്ടിലെത്തിയ പാടെ സുഭദ്ര ഭൂമിയെ റെസ്റ്റ് എടുക്കാനായി മുകളിലേക്ക് പറഞ്ഞു വിട്ടു. അല്പസമയത്തിന് ശേഷം അവൾക്ക് പിന്നാലെ കാർത്തിയും മുകളിലേക്ക് പോയി. അവൻ ചെല്ലുമ്പോഴേക്കും ഭൂമി നേർത്തൊരു മയക്കത്തിലായിരുന്നു. ഒരു ചെറിയ ടീഷർട്ടും മുട്ടിന് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്കേർട്ടുമായിരുന്നു അവളുടെ വേഷം. നേർത്ത മുത്തുകൾ പിടിപ്പിച്ച സ്വർണ്ണ കൊലുസ് അവളുടെ കാൽപാദങ്ങളിൽ പറ്റിച്ചേർന്നു കിടന്നു. ഒരു വേള കാർത്തിയുടെ മിഴികൾ അവളിലൂടെ ഒഴുകി നടന്നു. അവളെ ആദ്യമായി കണ്ടത്. വിവാഹത്തിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയന് വേണ്ടി പെണ്ണ് കാണാൻ സുഭദ്രയുടെയും ബാലചന്ദ്രനും ഒപ്പം ഭൂമിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ കൂടെ പോയിരുന്നില്ല. എല്ലാവരെയും പോലെ തൻ്റെ സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു അവൾ. അവളെ പിന്നീട് ആ മണ്ഡപത്തിൽ വെച്ചാണ് അത്രയും അടുത്ത് ആദ്യമായി കാണുന്നത്. തന്നേക്കാൾ തീരെ ചെറിയൊരു കുട്ടി, മാത്രമല്ല അനിയനുമായി ഒരു ജീവിതം സ്വപ്നം കണ്ടവളാണല്ലോ എന്നോർത്തപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ലജ്ജ തോന്നി. മാത്രമല്ല അന്ന് തനിക്കൊരു പ്രണയവും ഉണ്ടായിരുന്നു. എങ്കിലും കരഞ്ഞു കലങ്ങിയ മിഴികളുമായി പ്രതീക്ഷ നിറച്ച് അവൾ നോക്കുന്ന ഓരോ നോട്ടവും അവൻ്റെ ഹൃദയത്തിൽ വന്ന് സ്പർശിച്ചു. പിന്നീട് എപ്പോഴേക്കോ ആണ് അവളോട് ഇഷ്ടമായത്. പരസ്പരം ഒന്നാകാൻ പിന്നെയും സമയമേറെ വേണ്ടി വന്നു. ഇപ്പോഴിതാ 2 പേരുടെയും പ്രണയത്തിൻ്റെ അവശേഷിപ്പ്
അവളുടെ ഉദരത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അവളോട് പ്രണയമോ വാത്സല്യമോ സ്നേഹമോ അങ്ങനെ എന്തൊക്കെയോ കൂടി കുഴഞ്ഞൊരു വികാരമായിരുന്നു തോന്നിയത്. ചെറുതായി മയങ്ങി തുടങ്ങിയവളുടെ അല്പം മുകളിലേക്ക് പൊങ്ങിക്കിടക്കുന്ന ടോപ്പിനിടയിലൂടെ കണ്ട വെളുത്ത വയറിൽ അവൻ്റെ അതിരങ്ങൾ അമർന്നു. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അടർന്ന് അവിടേക്ക് വീണപ്പോഴാണ് ഭൂമി കണ്ണു തുറന്നത്. അവൾ കൈയെത്തിച്ച് അവൻ്റെ മുടിയിഴകളിൽ കൂടി മെല്ലെ തഴുകി. ഞൊടിയിടയിൽ കാർത്തി ഉയർന്ന് അവളുടെ മുകളിലേക്ക് വന്ന് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. ഉറങ്ങിക്കൂ, അവൻ മൃദുമായി അവളോട് പറഞ്ഞതും അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു. അല്പനേരത്തിന് ശേഷം അതൊരു ഗാഢമായ ഉറക്കത്തിലേക്ക് വഴിമാറി. അതേസമയം ബാൽക്കണിയിൽ കാര്യമായി എന്തോ ആലോചനയിലിരിക്കുന്ന കിരണിനെ കണ്ടുകൊണ്ടാണ് അഞ്ജലി അവൻ്റെ അടുത്തേക്ക് വന്നത്. എന്തോ കിരൺ, എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല അഞ്ജലി, ഞാൻ ദുബായിലേക്ക് വീണ്ടും തിരികെ പോയി അച്ഛൻ്റെ ബിസിനസ്സുകളുടെ ചുമതല ഏറ്റെടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. നിമിനേരത്തിനുള്ളിൽ തന്നെ അഞ്ജലിയുടെ മുഖം ഇരുണ്ടു. കിരൺ അത് കാണാതിരിക്കാനായി അവളവനെ എതിർവശം തിരിഞ്ഞു നിന്നു. പെട്ടെന്നിപ്പോൾ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ എന്താ കാരണം? നമ്മൾ ഒരുമിച്ച് മറ്റൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനല്ലേ പ്ലാൻ ചെയ്തത്? പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ അച്ഛൻ്റെ ബിസിനസ്സുകൾ നോക്കി നടത്തുന്നത് തന്നെയാണെന്ന്. കാരണം അച്ഛൻ എന്നെ മാത്രം പ്രതീക്ഷിച്ചാണ് ബിസിനസ് ഇത്രയും വിപുലീകരിച്ചത്. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഞാൻ മൊത്തത്തിൽ കൈയൊഴിഞ്ഞാൽ അതുവഴി എൻ്റെ കുടുംബത്തിന് എന്തുമാത്രം ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകും. അതൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി റൈറ്റ് ഡിസിഷൻ ഞാൻ അച്ഛൻ്റെ ബിസിനസ്സിൽ റീജോയിൻ ചെയ്യുന്നതാണെന്ന്. കൊള്ളാം കിരൺ, നന്നായിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ ഒരു വിലയില്ല. അതിൻ്റെ കൂടെ അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നില്ലെന്ന് പറഞ്ഞ് വലിയ വീരവാദം മുഴുക്കി പോയിട്ട് ഇപ്പോൾ വീണ്ടും പോയി അവിടെ ജോയിൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നട്ടലുള്ള ആണുങ്ങളൊന്നും ഈ പണി ചെയ്യില്ല. അവൻ്റെ ചിന്തകൾക്ക് മുകളിൽ അവസാന താണിയും അടിച്ചുകൊണ്ട് അഞ്ജലി ദേഷ്യത്തോടെ ബാൽക്കണിയിൽ നിന്ന് പോയി. എന്നാൽ അതേസമയം കിരണിനെ ജ്യൂസുമായി നിർമ്മല അവിടേക്ക് വന്നത്. എന്താ കിരൺ, എന്തൊറ്റ മുഖമൊക്കെ വല്ലാണ്ട്? ഏയ് ഒന്നുമില്ല ആൻറ്റി. അത്ര തൃപ്തികരമല്ലാത്ത അവൻ്റെ ആ മറുപടിയിൽ നിന്ന് തന്നെ നിർമ്മലയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ഇതാ ജ്യൂസ്, തൽക്കാലം ഇത് കുടിക്ക്. ജ്യൂസ് അടങ്ങിയ ഗ്ലാസ് അവന് നേരെ നീട്ടിക്കൊണ്ട് നിർമ്മല പറഞ്ഞു. അവനത് കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ നിർമ്മലയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവരതുമായി തിരികെ നടക്കാൻ തുടങ്ങിയ സമയത്താണ് ഒരു കാര്യം ഓർത്തത്. കിരൺ, എനിക്ക് നിന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്താ ആൻറ്റി? അത് ഈ വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. പുറത്തെവിടെയെങ്കിലും വെച്ച്. വൈകിട്ടൊരു 4 മണിക്ക് കിങ്സ് പാർക്കിൽ വരുമോ? അത്യാവശ്യമാണ്. ഇനിയെങ്കിലും ഞാൻ അതേപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അത് ബാലേന്ദ്രൻ സാറിനോട് ഞാൻ ചെയ്യുന്ന ചതിയായിരിക്കും. അച്ഛനെ ഇങ്ങനെ ആൻറ്റിക്കറിയാം? കിരണിൻ്റെ വാക്കുകളിൽ അത്ഭുതം. എല്ലാം ഞാൻ പറയാം, വൈകിട്ട് പാർക്കിൽ വന്നാൽ മതി. അഞ്ജലി അനുപമയും അവരുടെ അച്ഛനും ഒന്നും തൽക്കാലം ഇത് അറിയണ്ട. അത് പറഞ്ഞ ശേഷം പിന്നീട് കിരണിൻ്റെ യാതൊരു ചോദ്യത്തിനും മറുപടി നൽകാതെ നിർമ്മല നേരെ താഴേക്ക് പോയി. അവർ പോയ ശേഷം കിരൺ കാര്യമായ ആലോചനയിലായിരുന്നു. അവർക്ക് എങ്ങനെ എൻ്റെ അച്ഛനെ അറിയാം? അതേസമയം അവൻ ഓർമ്മ വന്നത് അന്നൊരിക്കൽ അടുക്കളയിൽ വെച്ചുണ്ടായ സംസാരമാണ്. തൻ്റെ അച്ഛൻ്റെ പേര് അന്ന് താൻ കൃത്യമായി കേട്ടതാണ്. പക്ഷേ അഞ്ജലി സമർത്ഥമായിട്ട് ആ വിഷയം വഴിതിരിച്ചു വിട്ടു. എന്തായാലും നിർമ്മല പറഞ്ഞ പാർക്കിലേക്ക് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ചെറുമയക്കത്തിനായി അഞ്ജലി റൂമിലേക്ക് വരുന്ന സമയത്താണ് കിരൺ എവിടെയോ പോകാനായി തയ്യാറാകുന്നത് അവൾ കണ്ടത്. കിരൺ എവിടെ പോന്നു? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അവന് ബിസിനസ്സിൽ എന്തൊക്കെയോ ഇഷ്യൂസ്, അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഞാനൂടി വരണോ? ഏയ് വേണ്ട, തനിക്കവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും കാണില്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ വരും. ഓക്കെ കിരൺ പറഞ്ഞുകൊണ്ട് അഞ്ജലി ബെഡിലേക്ക് കിടന്നു. അതേ സമയം തന്നെയായിരുന്നു നിർമ്മലയും പുറത്തേക്ക് പോകാൻ റെഡിയായി റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. ലിവിംഗ് റൂമിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന അനുപമ അവരെ കണ്ടു. അമ്മ എവിടെ പോവാ ഈ സമയത്ത്? കുറച്ച് ഗ്രോസറി വാങ്ങാനുണ്ട്. സാധാരണ നമ്മളത് ഓർഡർ ചെയ്യാറല്ലേ പതിവ്? അതെ, പക്ഷേ ഇത്തവണ ഞാൻ പോയി വാങ്ങാമെന്ന് കരുതി. എന്നും ഈ വീട്ടിലിരുന്ന് എനിക്ക് ബോറടിച്ചു തുടങ്ങി. എങ്കിൽ പോയിട്ടോ?
അനുപമ പറഞ്ഞതോടെ പെട്ടെന്ന് തന്നെ നിർമ്മല അവരുടെ കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് കിരൺ പുറത്തു പോകാൻ തയ്യാറായി വന്നത്. ആ സമയം അനുപമ വാഷ്റൂമിലായിരുന്നു. അതുകൊണ്ട് അവൻ പോകുന്നത് അവൾ കണ്ടിരുന്നുമില്ല. നിർമ്മലയാണ് ആദ്യം പാർക്കിലെത്തിയത്. അവർ പാർക്കിലെ വലിയ മരച്ചുവട്ടിൽ ഇട്ടിരുന്ന ഒരു സിമൻറ്റ് ബെഞ്ചിലിരുന്നു. അതേസമയം കിരണും അവിടെ എത്തി. ആൻറ്റി വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, 10 മിനിറ്റ് ആയി കാണും. പറയാം ആൻറ്റി, എന്താ ആൻറ്റിക്ക് പറയാനുള്ളത്? ആൻറ്റിക്ക് എങ്ങനെ എൻ്റെ അച്ഛനെ അറിയാം? കിരണിൻ്റെ ചോദ്യങ്ങൾ കൂടിക്കൂടി വന്നു. അല്പനേരത്തെ ആലോചനകൾക്ക് ശേഷം നിർമ്മല പറഞ്ഞു തുടങ്ങി. കിരൺ അവരെ കേൾക്കാൻ തയ്യാറായിരുന്നു. ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ അത്ര സുഖമുള്ളതല്ലെന്നറിയാതെ. തുടരും.